കഴിഞ്ഞ ആഴ്ചത്തെ വീഡിയോയിലൊക്കെ ഞാൻ പറയണ്ട എൻ്റെ അമ്മയുടെ വീട് ചാലക്കുടിയിലാണ്, വീടിൻ്റെ ബാക്കിൽ വലിയ കനാലാണെന്നൊക്കെ. അവിടെ ഉണ്ടായ ഒരു കഥയുണ്ടാ ഞാൻ ഇനി പറയാൻ പോണേ. ഇതാണ് ഞാൻ പറഞ്ഞ വലിയ കനാല്. വെക്കേഷൻ സമയത്ത് ഫുള്ള് ഞാൻ അമ്മയുടെ വീട്ടിലായ കാരണം എപ്പോഴും കുളിക്കാൻ പോകട്ടെ കനാലിൽ. അതുകൊണ്ട് തന്നെ എല്ലാ കൊല്ലവും കിട്ടുന്ന ഒരു അസുഖമുണ്ട്, ചെവി വേദന. 7ാം ക്ലാസ്സിൻ്റെ വെക്കേഷൻ സമയത്ത് ഇതുപോലെ തന്നെ ചെവി വേദനയ്ക്ക് പോട്ട ധന്യ ഹോസ്പിറ്റലിൽ പോകാൻ അമ്മാമ്മയുടെ കൂടെ ഞാൻ ഇറങ്ങിയിട്ടാ. അമ്മയുടെ വീടിൻ്റെ അവിടെ എനിക്ക് കുറച്ച് കളിക്കൂട്ടുകാരുണ്ടായിട്ടാ. അതിലൊരാളാണ് അമ്മു. ഞാൻ ഹോസ്പിറ്റലിൽ പോകാൻ ഇറങ്ങണ സമയത്ത് അമ്മും വേറെ ഒരുത്തനും കൂടി കുളിക്കാനായിട്ട് പോകണ്ടായിരുന്നു കേട്ടാ. ഞാൻ ഹോസ്പിറ്റലിൽ പോകാൻ ഇറങ്ങുന്ന സമയത്ത് വെള്ളം അധികമൊന്നും ഇല്ല, നമുക്ക് നിലയുണ്ട്, പ്രശ്നങ്ങളില്ല. അപ്പം എന്നോട് പറഞ്ഞു നിങ്ങൾ പോയി കുളിച്ചിട്ട് പോയോ, കുഴപ്പമില്ല ഞാൻ വരുമ്പോൾ വരാം എന്ന് പറഞ്ഞ് ഞാൻ ഹോസ്പിറ്റലിൽ പോയി. അമ്മേരെ വീട്ടിലേക്ക് എത്താനായിട്ട് 2 വഴിയുണ്ട്, ഫ്രണ്ടിൽ കൂടെയും പോവാം ബാക്കിൽ കൂടെയും പോവാം. എല്ലാ ദിവസവും ഞങ്ങൾ നല്ല വഴിക്ക് പോവാറ്, എന്നാൽ കുറച്ച് എളുപ്പത്തിന് എത്താനായിട്ട് കനാലിന്റെ സൈഡിലുള്ള വഴിക്ക് നടന്നു കേട്ടാ. കനാല് കണ്ടു തുടങ്ങിയപ്പോൾ അമ്മ പറഞ്ഞു കേട്ടാ, എന്താടാ നമ്മൾ പോയിപ്പോൾ ഇത്ര വെള്ളം ഉണ്ടായല്ലോ, ഇപ്പം എന്തത്ര ഒഴുക്കും, നല്ലതായിട്ട് വെള്ളം കൂടില്ലോ എന്ന്. അമ്മാമ്മ പറഞ്ഞത് ശരിയാ, വെള്ളം അന്ന് 2 ആളുടെ പൊക്കത്തിനുണ്ടായിരുന്നു. എൻ്റെ മനസ്സിലേക്ക് ആദ്യം പോയത് കാലത്ത് ഞാൻ ഹോസ്പിറ്റലിൽ പോയപ്പോൾ കനാലിൽ കുളിക്കാൻ പോയ എൻ്റെ കൂട്ടുകാരെ പറ്റിയായിരുന്നു കേട്ടോ. അവർ കനാലിൽ നിന്ന് കയറി ഉണ്ടാവില്ല എന്ന് എനിക്ക് 100% ഉറപ്പായിരുന്നു. കാരണം ഞങ്ങൾ കാലത്ത് കനാലിൽ കുളിക്കാൻ പോയ ഉച്ച തിരിഞ്ഞ കനാലിൽ നിന്ന് കയറാറ്. ഞാൻ അവരെ പറ്റി ചിന്തിക്കാൻ ഒരു പ്രധാനമായ കാരണമുണ്ട്, അവർ നീന്തൽ പഠിച്ചു വരണ്ടായിരുന്നുള്ളൂ. കനാലിൻ്റെ സ്വഭാവം പറഞ്ഞത് അവർക്കൊന്നും അത്ര പരിചയം ഉണ്ടായില്ല കേട്ടന്ന്. അങ്ങനെ ഞാനും മമ്മി നടന്ന് ഞങ്ങളെ തൊട്ടടുത്തുള്ള കടവിൻ്റെ അടുത്ത് എത്താറായിട്ടാ. അകലേന്ന് തന്നെ എന്തോ ഒരു അനക്കും എന്തോ ഒരു സംഭവം മുകളിൽ പൊന്തി കിടക്കണ പോലും എനിക്ക് തോന്നിയിട്ടാ. അപ്പൊ തന്നെ ഞാൻ അമ്മാമ്മയുടെ കൈ വിട്ട് ഓടിച്ചെന്നുട്ടാ. ഞാൻ അവിടെ കണ്ടതേ ഒരാളുടെ പൊന്തിക്കെടുക്കണ മുടിയായിരുന്നു കേട്ടാ.